ഞാൻ പറഞ്ഞു ഞാനൊന്ന് സംസാരിച്ചില്ല, അതിന് അവൾക്ക് എന്നെ മനസ്സിലായി. എന്നോട് ചോദിച്ചു പിന്നെ ഞാൻ മാറ്റിവിടാൻ നോക്കി, പറ്റില്ല, ആ ഒരു ഇതൊന്നും അറിയില്ല. നമ്മുടെ പൾസർ സുനി ന്യൂസ് മിനിറ്റിൻ്റെ ചാനൽ റിപ്പോർട്ടറുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. ഞാൻ ഈ ന്യൂസ് മിനിറ്റിൻ്റെ പുള്ളിക്കാരി ഈ പൾസർ സുനിയെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പുള്ളിക്കാരി ഈ പൾസർ സുനിയായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ഉണ്ട്, നമുക്ക് ഫുൾ ഒന്ന് കേട്ട് നോക്കാം എന്താ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇന്നാണ് കാര്യം, സഹകരിച്ചേ പറ്റുള്ളൂ. ഇവള് പെട്ടെന്ന് ചോദിച്ചു, ഇവർക്ക് അറിയാം, 90% ഇവർക്ക് അറിയാം. ഇവരുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആളെ പറയരുതല്ലോ. ഇപ്പൊ നേരെ എന്ത് ചെയ്യും, അവിടെ വ്യത്യാസം വരുത്തും. പറഞ്ഞ മനസ്സിലായോ? അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഈ അറ്റാക്ക് നടക്കുന്ന സമയത്ത് തന്നെ നടത്തിയ സമയത്ത് തന്നെ ഈ ഇൻസിഡൻറ്റ് നടന്ന വിക്ടിമിന് ഏകദേശം മനസ്സിലായിരുന്നു. അതായത് പുള്ളിക്കാരൻ ഈ വണ്ടി കയറിയപ്പോൾ തന്നെ പുള്ളിക്കാരൻ ചോദിച്ചായിരുന്നു, അതായത് സുനിച്ചേട്ടൻ അല്ലേന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഈ സാധനം പുള്ളിക്കാരൻ ഈ സാധനം ഡൈവേർട്ട് ചെയ്യാനായിട്ട്, അതായത് ഈ കൊട്ടേഷൻ നടത്തിയ ആളുടെ ഇതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് വേറെ കുറെ കഥകൾ പറഞ്ഞു. അത് പറഞ്ഞു ദിലീപേട്ടന്റെ അടുത്തേക്ക് ചെല്ലാണ്ടിരിക്കാനാണ് ഞാൻ മാറ്റിയത്. ആണ് പെണ്ണായി അന്ന് ഞാൻ നല്ല രീതിയിൽ മറ്റേ കള്ളുപിടിക്കും. അതായത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാകും. അതായത് ഇതിൻ്റെ പുറകിൽ ഒരു മേടമുണ്ടെന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. ഞാൻ ആ നടിയുടെ പേരൊന്നും പറയുന്നില്ല. ഒരു മേടമുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ്റെ അടുത്തോട്ട് നമ്മുടെ മെയിനായിട്ടുള്ള ആളുടെ അടുത്തോട്ട് പേര് വരാതിരിക്കാനായിട്ട് പുള്ളിക്കാരൻ തന്നെ ഡൈവേർട്ട് ചെയ്ത് വിട്ടാന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ പോലും പറ്റത്തില്ല. എന്തായാലും നമുക്ക് പുള്ളിക്കാരൻ ഒരു പ്രതിയാണ്, മെയിൻ പ്രതിയാണ്. പുള്ളിക്കാരൻ പറഞ്ഞു ഇതേപോലത്തെ ഒരു ഇൻസിഡൻറ്റ് നടന്നു പറഞ്ഞു. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തുകൊണ്ട് ഇതൊരു തെളിവായിട്ട് എടുക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ എന്നാലും എല്ലാവർക്കും കാണിക്കാനായിട്ട്, അതായത് എല്ലാവരും ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് ഈ വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. ഞാൻ 2-3 കോപ്പി ചെയ്തിട്ടുണ്ടായി. 2-3 കോപ്പി ചെയ്തിട്ട് ഓർഡർ മിസ്സായാലും ഓർഡർ അവിടെ കിട്ടണം. അതൊക്കെ 3 കോപ്പി എടുത്തു. അത് പിന്നെ മെമ്മറി കാർഡ് കേസിൽ 3 മെമ്മറി കാർഡിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരെണ്ണം പുള്ളിക്കാരൻ്റെ പേഴ്സിലാണ് വെച്ചത്. അതായത് ബാക്കി 2 അതായത് വേറെ വക്കീലിന് ഒന്നും കൊടുത്തിട്ടില്ല. ഒരെണ്ണം പുള്ളിക്കാരൻ്റെ പേഴ്സിൽ 2 മെമ്മറി കാർഡ് ഇതുണ്ട്. ആ 3 മെമ്മറി കാർഡും കളഞ്ഞു പോയി. എന്തായാലും കൊള്ളാം.